ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് സൂപ്പർ ഹീറോസ് തീമായിട്ട് കൊടുത്തിട്ടുള്ള ഒരു 2 ടയർ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ട് ഫോണ്ടൻ്റ് വർക്കൊക്കെ ചെയ്തിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ഒരു കേക്കിന് ബേസായിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു ചോക്ലേറ്റ് സ്പോഞ്ചും അതേപോലെ തന്നെ ഒരു റെഡ് വെൽവെറ്റ് സ്പോഞ്ചും ആണ്. ഈ ഒരു 2 കേക്കിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണണേ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പോൾ ഈ 2 കേക്കും 4 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഐസിങ് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് ആ ഒരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ഐസിങ്ങും ഫ്രോസ്റ്റിങ്ങും മാത്രമേ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യണ പോലെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്യാം. എന്നിട്ട് ക്രീം അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ഗനാഷയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ജെറീസ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ബാക്കി വരുന്ന 3 ലെയറും ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ ലാസ്റ്റ് ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മൊത്തം ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഫ്രോസ്റ്റിംഗ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഫ്രോസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം കേക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ ചോക്ലേറ്റ് സ്പോഞ്ചും ഞാൻ ഫ്രോസ്റ്റിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കേക്കിൻ്റെ ഐസിങ്ങും ഫ്രോസ്റ്റിങ്ങും ഒക്കെ ചെയ്യണ വീഡിയോ എൻ്റെ ഫോണിൽ നിന്ന് മിസ്സായി പോയതാണ് കേട്ടോ ഞാനിതിൽ കാണിക്കാത്ത. നമ്മൾ ഫസ്റ്റത്തെ കേക്ക് ഐസിങ് ചെയ്ത പോലെ തന്നെയാണ് ഈ ഒരു കേക്ക് ഞാൻ ഐസിങ് ചെയ്തിട്ടുള്ളത്. പിന്നെ സൂപ്പർമാൻ തീം ആയതുകൊണ്ട് പുറത്ത് ബ്ലൂ കളറിലുള്ള ക്രീമാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇനി കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഫ്രോസ്റ്റിംഗ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കേക്കിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് റെഡ് കളറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സ്പൈഡർമാൻ്റെ തീം ചെയ്യുന്നത് ആ ഒരു കേക്കിലാണ്. ഇങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ഐസിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഫ്രോസ്റ്റിംഗ് ചെയ്യണ സമയത്ത് പുറത്ത് കൊടുക്കുന്ന ആ ഒരു ക്രീമിൽ റെഡ് കളർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയാണോ സമയത്ത് നമ്മൾ ക്രീമിൽ റെഡ് കളർ ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരുപാട് കളർ ചേർക്കേണ്ടി വരും. ഇതേപോലെ ഗനാഷിൽ ചേർക്കുകയാണെങ്കിൽ കുറച്ച് കളർ മതി, ആ ഒരു കറക്റ്റ് കളർ കിട്ടും. ഇപ്പോൾ കേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് തണുപ്പിച്ചെടുത്തതാണ്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് മൊത്തമായിട്ട് വെച്ചെടുക്കാം. ഇപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് മൊത്തം ഇതേപോലെ ഒന്ന് കേക്ക് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു കേക്ക് വെക്കുന്ന സമയത്ത് താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വലിയ കേക്കിൻ്റെ ആ ഒരു കറക്റ്റ് അളവിൽ 3 സ്ക്യൂവർ ഒന്ന് കട്ട് ചെയ്തിട്ട് കുറച്ച് സൈഡിലേക്കായിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ ചെറിയ കേക്ക് ഈ ഒരു കേക്കിൻ്റെ മുകളിൽ വെച്ചെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ബാക്കോട്ടായിട്ടാണ് വെക്കുന്നത്, കറക്റ്റ് സെൻറ്ററിലല്ല വെക്കുന്നത്. നമ്മൾ സ്പൈഡർമാൻ്റെ ടോയ് ആ ഒരു ഫ്രണ്ടിൽ വെച്ചെടുക്കാൻ പാകത്തിൽ കേക്കൊന്ന് വെച്ചെടുക്കാം. നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചതിന് ശേഷം കേക്ക് നന്നായിട്ട് തന്നെ ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് ജസ്റ്റ് ഒന്ന് എടുത്തതാണ്, അതുകൊണ്ട് തന്നെ ചോക്ലേറ്റ് ഗനാഷ് മൊത്തം ഒലിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതേപോലെ ഒരു ബോർഡറും കൂടി ഞാൻ കൊടുത്ത് ഒലിച്ച ഭാഗത്തൊക്കെ ഇതേപോലെ ഒന്ന് ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇനി താഴത്തെ കേക്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഫോണ്ടൻ്റ് എടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ഈ ഒരു യെല്ലോ കളർ ഫോണ്ടൻ്റ് ഞാൻ വൈറ്റ് കളറിൽ കുറച്ച് യെല്ലോ കളർ ആഡ് ചെയ്തതാണ്. ഇനി സൂപ്പർമാൻ്റെ ലോഗോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് കടലാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി യെല്ലോ കളർ ഫോണ്ടൻ്റ് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഫോണ്ടൻ്റ് വെച്ചിട്ട് ചെയ്യണത്. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ ഫോണ്ടൻറ്റിൻ്റെ കട്ടറും ടൂൾസും ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു കത്തി വെച്ചിട്ടാണ് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു ഷേപ്പിൽ തന്നെ ഒരു റെഡ് കളറും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം.
അതും ഇതേപോലെ തന്നെ വെച്ചെടുത്തിട്ടൊന്ന് കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് സെൻറ്ററിലുള്ള ആ ഒരു എസ് എന്നുള്ള ഒരു പോർഷനും കൂടി കട്ട് ചെയ്ത് പോകണം. എന്നിട്ട് ഫസ്റ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള യെല്ലോ ഫോണ്ടൻറ്റിൻ്റെ മുകളിൽ ഈ റെഡ് ഫോണ്ടൻറ്റ് ഒട്ടിച്ചു കൊടുക്കുക. ജസ്റ്റ് വെള്ളം വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ബാക്കിയുള്ള ഡെക്കറേഷന് വേണ്ടിയിട്ട് യെല്ലോ കളറിലും റെഡ് കളറിലുള്ള ഫോണ്ടൻറ്റ് ഇതേപോലെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് സ്പൈഡർമാൻ്റെ വെബ് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക. ഇങ്ങനെ ഡിസൈൻ ചെയ്തതിന് ശേഷം ഫസ്റ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള യെല്ലോ കളറിലുള്ള ഫോണ്ടൻറ്റ് ഇതേപോലെ ഒന്ന് ബോർഡർ പോലെ കൊടുക്കുക. എന്നിട്ട് റെഡ് കളറിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് രണ്ട് സൈഡിലായിട്ടൊന്ന് വെച്ചെടുക്കുക. ഇനി ഫസ്റ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ലോഗോ കൂടി കേക്കിൻ്റെ സെൻറ്ററിലായിട്ട് ഫ്രണ്ടിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇതും കൂടി ഇതേപോലെ ഒന്ന് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോണത് റെഡ് കളറിലുള്ള ഫോണ്ടൻ്റ് ഒന്ന് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതേപോലെ സൈഡിലൊന്ന് വെച്ചെടുക്കുക. ഇതിപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, സൂപ്പർമാൻ്റെ ആ ഒരു ബാക്ക് സൈഡിലുണ്ടാവുന്ന ആ ഒരു തുണിയുടെ പോർഷന് അതേപോലെ ഒന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചെടുത്തിട്ടുള്ളത്. ഇനി സ്പൈഡർമാൻ്റെ കേക്കിൻ്റെ മുകളിൽ വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് കളറിലുള്ള ഫോണ്ടൻറ്റ് റൗണ്ടിൽ കട്ട് ചെയ്തതിന് ശേഷം സെൻറ്ററിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തതാണിത്. ഇതും രണ്ട് സൈഡിലായിട്ട് ഇതേപോലെ ഒന്ന് വെച്ചെടുക്കുക. അവസാനമായിട്ട് കേക്കിൻ്റെ ഫ്രണ്ടിൽ ഒരു സ്പൈഡർമാൻ്റെ ടോപ്പറും കൂടി വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൂപ്പർ ഹീറോസ് തീം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നതായിരിക്കും.